അതുകൊണ്ട് തന്നെ അൽമനാറ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതാണ് എന്ന വാദമാണോ അനസ് മൗലവിക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഞാൻ സംവാദത്തിന് തയ്യാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ 2013 മുതൽ KNMന് കലികാലമാണ്. KM മൗലവി KNM എന്ന പ്രസ്ഥാനമുണ്ടാക്കിയിട്ട് ആദ്യമായി അവർ ചെയ്തിരുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പഠിപ്പിച്ച തൗഹീദ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ വക ഒരു പുതിയ തൗഹീദ് നിർമ്മാണമായിരുന്നു. ആ തൗഹീദ് അംഗീകരിക്കാത്ത മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്ന പ്രഖ്യാപനമായിരുന്നു. ഇസ്തിഗാസ ശിർക്കാണെന്ന പ്രഖ്യാപനമായിരുന്നു. കുറെ കാലം വിവരമില്ലാത്ത മുസ്ലിമീങ്ങളെ അവർ വഞ്ചിച്ചു. 2013 എത്തിയപ്പോൾ വഹാബികളിൽ നിന്ന് തന്നെ KNMന്റെ തൗഹീദ് ശരിയല്ല, അത് പിഴച്ച തൗഹീദാണ്, ഈ കാലം വരെ നമ്മളെ അവർ വഞ്ചിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ തൗഹീദ് വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുപോയി എന്ന് മാത്രമല്ല, നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്മാനമാണ് KNM എന്ന് സ്വന്തം അനുയായികളെ പഠിപ്പിച്ചു പറ്റിച്ച മൗലവിമാർ അതേ നാവ് കൊണ്ട് തന്നെ അനുയായികളോട് അതൊരു തരം പിശാചുക്കളുടെ സമ്മാനമാണ് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. അതിന്റെ പേരിൽ ചർച്ചകളും തർക്കങ്ങളും നടന്നു. ആ തർക്കങ്ങളിലൂടെ സുന്നികളായ നമുക്ക് പല ഉപകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. വഹാബികൾ പണ്ട് മുതൽ അവർ ദുർവ്യാഖ്യാനം ചെയ്ത ആയത്തുകളും ഹദീസുകളും അവർ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ബോധ്യപ്പെടും വിധം വഹാബി മൗലവിമാരിൽ പറഞ്ഞു കൊടുത്തു. സുന്നി പണ്ഡിതന്മാർ പണ്ട് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ പല വഹാബികളും സുന്നി പ്രസ്ഥാനത്തിലേക്ക് അടുക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. KNM എന്ന പ്രസ്ഥാനം 1-2 നേതാക്കന്മാരുണ്ടെന്ന് വെച്ചാൽ കാര്യമായ അനുയായികളോ സ്ഥാപനങ്ങളോ ഇല്ലാതെ തെരുവിൽ അലയുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അനസ് മൗലവിയും കൂട്ടരും സ്വന്തം അനുയായികൾക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പടപൊരുതാൻ തയ്യാറെടുത്തു. പക്ഷെ അത് ചെന്നെത്തിച്ചത് വഹാബിസത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിനും സുന്നികളോട് ഒരു തർക്ക വിഷയത്തിലും സംവദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അധപ്പതനമായിരുന്നു. ഇസ്തിഗാസ എന്ന വിഷയത്തിൽ സുന്നികളുമായി സംവദിക്കാൻ കഴിയാത്ത വിധത്തിൽ ബലഹീനമായി പോയി. കാരണം വഹാബി പ്രസ്ഥാനം ഭിന്നിച്ചപ്പോഴാണ് അവർ തുറന്നു പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയത് പിശാച് പൂജയിലേക്കും ജിന്നു പൂജയിലേക്കും ദേവി പൂജയിലേക്കും ഒക്കെയാണ്, യഥാർത്ഥ തൗഹീദിലേക്കല്ല. ഏതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് വഹാബികളോട് ഇപ്പോൾ ചോദിച്ചാൽ ഇന്ന ഗ്രൂപ്പിന്റെ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അതൊന്നുകൂടി ബോധ്യപ്പെടുന്ന വിധത്തിലാണ് കൊപ്പം സംവാദ വ്യവസ്ഥയിലൂടെ നാം കണ്ടിട്ടുള്ളത്. കൊപ്പം സംവാദത്തിനു വേണ്ടി വ്യവസ്ഥയൊക്കെ തയ്യാറാക്കിയെങ്കിലും വ്യവസ്ഥ തയ്യാറാക്കുമ്പോഴുള്ള ആവേശം വഹാബികൾക്കിടയിൽ നാം കണ്ടില്ല. കാരണം സുന്നികളുമായി ഇസ്തിഗാസ വിഷയത്തിൽ ഒരു സംവാദത്തിന് പോയാൽ അത് നമുക്ക് ദോഷം ചെയ്യും, ഉള്ള അനുയായികളെ നഷ്ടപ്പെടുത്താൻ അത് കാരണമാകും എന്ന അനസ് മൗലവിയെ പോലെയുള്ളവർ, ഹനീഫ കായക്കൊടിയെ പോലെയുള്ളവർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാവം അനുയായികൾ അല്പം ഈർഷ്യതയോടുകൂടിയാണെങ്കിലും ആ സംവാദം നടക്കാതിരിക്കാനുള്ള എല്ലാ ക്രിയവിക്രിയകളും ചെയ്തു വെച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംവാദത്തിന് വ്യവസ്ഥ എഴുതിയ അനുയായികൾക്ക് ഈ KNMൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് അവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. ഒരാശയമില്ലാത്ത ഒരു ജനക്കൂട്ടം മാത്രമാണ് KNM എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയ KNMൽ ആകെയുള്ള അനുയായികളും കൂടി നഷ്ടപ്പെട്ടു പോയാൽ തങ്ങളുടെ ഗതി അധോഗതിയാകുമെന്ന് മനസ്സിലാക്കിയ അനസ് മൗലവി അനുയായികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയിട്ടുള്ളത്. അതാണ് നാം യൂട്യൂബിലൂടെ കണ്ടത്. അനുയായികളുടെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയും സംവാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്ന വഷളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും സുന്നികൾക്കില്ലാത്ത വാദത്തിന് സുന്നികളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. അനസ് മൗലവിക്ക് നന്നായിട്ടറിയാം ഇത് സുന്നികൾക്കില്ലാത്ത വാദങ്ങളാണ്, അതുകൊണ്ട് തന്നെ ആ വാദത്തിൽ അവർ സംവദിക്കേണ്ട കാര്യവുമില്ല, അതുകൊണ്ട് അവർ വരില്ല എന്ന്
നന്നായി അറിയുന്ന അനസ് മൗലവി സംവാദത്തിന് വെല്ലുവിളിച്ചു. അനസ് മൗലവി ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്കില്ലാത്ത വാദമാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആ കാര്യത്തിൽ സംവദിക്കേണ്ട കാര്യമില്ല എന്ന് സുന്നി പണ്ഡിതന്മാർ പ്രതികരിക്കുകയുണ്ടായി. മാത്രവുമല്ല, സുന്നി പണ്ഡിതന്മാർ KNMന്റെ തൗഹീദ് ചോദ്യം ചെയ്തു. നിങ്ങളുടെ തൗഹീദ് അനുസരിച്ച് നിങ്ങൾ മുശ്രിക്കുകളാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം, ആ വിഷയത്തിൽ സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ചപ്പോൾ അനസിനാകെ ബേജാറായി. വെളുക്കാൻ തെച്ചത് പാണ്ടായല്ലോ. അദ്ദേഹം പെട്ടെന്ന് തന്നെ സുന്നികൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വിജയമാഘോഷിക്കാൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചു. അതിൽ പറഞ്ഞത് മുഴുവൻ വിഡ്ഢിത്തമാണെന്ന് മാത്രമല്ല, വഹാബികളുടെ മുൻകാല വാദം പോലും തള്ളിപ്പറയുന്ന ഗതികെട്ട അവസ്ഥയിലാണ് അനസ് മൗലവി എത്തിച്ചേർന്നിട്ടുള്ളത്. സംവാദം നടത്താതെ തന്നെ ഏതാനും ചില ഖണ്ഡനങ്ങളിലൂടെ ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് വഹാബിസത്തിന്റെ വാദം തന്നെ അനസ് മൗലവിയെ കൊണ്ട് തള്ളിപ്പറയിച്ചു. ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അനസ് മൗലവി ചെന്ന് ചാടാനും ഒരു കാരണമുണ്ട്. ഉസ്താദുമാരുടെയും ഔലിയാക്കളുടെയും കുരുത്തക്കേട് വാരിക്കൂട്ടിയ നൗഷാദ് കുരുവട്ടൂരിയുടെ ഉപദേശം സ്വീകരിച്ചതായിരുന്നു അനസ് മൗലവി ഇങ്ങനെ വഷളാവാൻ കാരണം. അനസ് മൗലവി മുജാഹിദുകളുടെ മുൻകാലവാദം തള്ളി എന്ന് പറഞ്ഞത് വെറുതെയല്ല. നമുക്ക് അനസ് മൗലവിയുടെ വോയിസ് ഒന്ന് കേൾക്കാം. ഇനി രണ്ടാമത്തെ വാദം നമ്മുടെ കയ്യിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഞാൻ ആ വാദവും എടുത്ത് പുറത്തെറിഞ്ഞിരുന്നു. കാരണം അതും സംവാദത്തിന് കൊണ്ടുവരാൻ പറ്റൂല. എന്തുകൊണ്ട്? സംവാദത്തിന് നമ്മുടെ കയ്യിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ചല്ല സംവാദം നടത്തേണ്ടത്. കാരണം ഷഹർ മുബാറക്ക് എന്ന് പറയുന്ന ഒന്നുണ്ടോ ഇല്ലേ അതാദ്യം സമ്മതിക്കണ്ടേ. ഷഹർ മുബാറക്കിന്റെ മഹത്വം പൂർണ്ണമായും നിഷേധിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ കയ്യിലുള്ള ഷഹർ മുബാറക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യം? അനസ് മൗലവി തിരുകേശ വിഷയത്തിൽ ഒരു വാദം കൊണ്ടുവന്നു. ആ വാദത്തിൽ സംവദിക്കേണ്ട കാര്യമില്ല. അനസ് മൗലവിയോ KNMോ അതിന് യോഗ്യരല്ല എന്ന് വാളക്കുളം ഉസ്താദ് വളരെ വ്യക്തമായി വിശദീകരിച്ചപ്പോൾ തന്നെ അനസിന്റെ ബോധം പോയി. അനസ് മൗലവിയെ അധികം വഷളാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മിതമായ നിലക്ക് അങ്ങനെ പറഞ്ഞു പോയത്. പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ ബോധം പോയപ്പോ അനസ് മൗലവി പറയാണ്, ഖാദിയാനികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചവരാണ് എന്ന്. അതായത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ് ഷഹാദത്തിന്റെ രണ്ടാം കലിമ. ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ മുഹമ്മദുർ റസൂലുള്ളാഹയാണ് നമ്മുടെ പ്രവാചകൻ, മുസ്ലിമീങ്ങളുടെ പ്രവാചകൻ. എന്തുകൊണ്ട് ഖാദിയാനികൾക്ക് കുഫ്ർ സംഭവിച്ചു? ഖാദിയാനികൾക്ക് കുഫ്ർ സംഭവിക്കാൻ കാരണം മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞു, റസൂലാന്ന് പറഞ്ഞു മുഹമ്മദ് നബിക്ക് ശേഷം. അവര് മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന കൂട്ടരാണ് ഇപ്പോൾ ഖാദിയാനികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നത്. മൗലവി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്, അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ആ ബോധം പോലും നഷ്ടപ്പെട്ടു പോയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, വിശ്വസിക്കുന്നവരാണെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനല്ല എന്ന് ഖാദിയാനികൾ പറയോ? ഈ ബോധം പോലും മൗലവിക്കില്ലാതെ പോയി. ബാക്കി പറ. രണ്ടാമത്തെ വിഷയമായി എന്താ വാദിച്ചത് സഖാഫി? നോക്ക്, നിങ്ങള് നന്നായിട്ട് വായിച്ചു നോക്ക്. വിഷയം 2, തിരുകേശമെന്ന വ്യാജേന കാന്തപുരം സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന മുടി. നിങ്ങൾ ഈ മുദബ്ബിറുൽ ആലത്തിന്റെ കാര്യം പറയുന്നത് പോലെ ഇത് തൊടാൻ ധൈര്യമില്ല. എന്നിട്ട് വാദം എന്താ ഉള്ളത്? ആ മുടിയുടെ ഉടമയാണ് തങ്ങളുടെ പ്രവാചകൻ എന്ന് പ്രഖ്യാപിക്കുക വഴി റസൂലിലുള്ള വിശ്വാസത്തിൽ കുഫ്ർ സംഭവിക്കുന്നതാണ്.
ഇതാണ് വാദം. വായിക്ക് നിങ്ങൾ നന്നായിട്ട്. അനസ് മൗലവി തിരുകേശ വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ച വാദം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് അൽമനാർ ഒന്ന് വായിക്കാം. അൽമനാർ വായിച്ചതിന് ശേഷം അത് ഞാൻ പറയാം. മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ അധപ്പതനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തിരുകേശമാണെന്നും അത് മുക്കിയ വെള്ളത്തിന് രോഗശമന ശക്തിയോ ബറക്കത്തോ അദ്ദേഹത്തിന്റെ മുടിയോ നഖമോ പോലുള്ള ഒരു ബോഡി വേസ്റ്റും അവശേഷിക്കുന്നില്ലെന്നതാണ് വസ്തുത. ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്കിത്തരം സവിശേഷതകൾ ഉണ്ടെന്ന വിശ്വാസം പ്രമാണബദ്ധമല്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. അനസ് മൗലവി കേട്ടല്ലോ, വഹാബി വാദമാണ് അൽമനാർ പറഞ്ഞിട്ടുള്ളത്. മർക്കസിലുള്ള കേശം മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിക്കുന്നുണ്ടോ, അത് തിരുകേശമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അവരൊക്കെ മുശ്രിക്കുകളാണ്. അങ്ങനെ ഒരു തിരുശേഷിപ്പ് ലോകത്ത് എവിടെയും ഇല്ല. മുടിയോ നഖമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോഡി വേസ്റ്റ് എന്നാ പറഞ്ഞത്. അതായത് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് അൽമനാറും പറഞ്ഞിട്ടുള്ളത്. ബോഡി വേസ്റ്റ് എവിടെയും അവശേഷിക്കുന്നില്ല. അവശേഷിക്കുന്നുണ്ടെന്ന് വാദിക്കുന്നവർ, അതിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശ്വസിക്കുന്നവർ മുഴുവനും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ് അൽമനാർ പറഞ്ഞത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ബറക്കത്തുണ്ടെന്നോ മഹത്വമുണ്ടെന്നോ വിശ്വസിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അനസ് മൗലവിയുടെ വാദം എന്താണ്? മർക്കസിലുള്ള മുടി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ലാത്തത്. ആ മുടിയുടെ ഉടമസ്ഥൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുന്നത്, കാഫിറാകുന്നത്. അപ്പൊ ചോദിക്കട്ടെ അനസ് മൗലവി, ലോകത്ത് മർക്കസിലല്ലാത്തയിടത്തുള്ള മുടിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണെന്ന് അനസ് മൗലവി അംഗീകരിക്കുന്നുണ്ടോ? മർക്കസിലുള്ള തിരുകേശത്തിന്റെ വിഷയത്തിൽ മാത്രമാണോ അനസ് മൗലവിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? അഥവാ അൽമനാറിൽ പറഞ്ഞിട്ടുള്ളത് പച്ചക്കള്ളമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഒരു വാദമില്ല. അതുകൊണ്ട് തന്നെ അൽമനാറ് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതാണ് എന്ന വാദമാണോ അനസ് മൗലവിക്കുള്ളത്? അതൊന്ന് തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സംവാദത്തിന് തയ്യാറാണ്. അനസ് മൗലവി പ്രഖ്യാപിക്കണം, ലോകത്തുള്ള മറ്റു മുടികളിലൊന്നും എനിക്ക് വിശ്വാസക്കുറവില്ല, അതൊക്കെ റസൂലുള്ളാന്റെ തിരുകേശം തന്നെയാണ്. മർക്കസിലുള്ള മുടിയിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ബറക്കത്തുണ്ടെന്ന് പറയുന്നതിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിന് മഹത്വമുണ്ടെന്ന് പറയുന്നതിൽ മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്നാണ് വാദമെങ്കിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അനസ് മൗലവി ഈ വിഷയത്തിൽ ഏറ്റമിടിവിച്ച വാഴക്കുളം ഉസ്താദിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവിടുത്തേക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.